മീഡിയാസിലേക്ക് സ്വാഗതം. കാതൽ ദ കോർ ഒരു വർഷം പിന്നിട്ട് അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോൾ 41 ദിവസങ്ങൾ എത്തുന്നു. അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ 41 ദിവസം ജനുവരി 2-ാം തീയതി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ട്രാക്ക്ഡ് കളക്ഷൻസിലേക്ക് വരാം. എന്തായാലും 42-ാം ദിവസം ഈ ഒരു സിനിമ, ഒരു ഓഫ് ബീറ്റ് സിനിമ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടുപൊളിപ്പൻ സിനിമ 300 അല്ലെങ്കിൽ 350 ദിവസം ഓടുന്നതിനേക്കാൾ മുകളിൽ എന്ന് തന്നെ പറയാം. നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതേപോലെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവിടെ മമ്മൂട്ടി കമ്പനിയുടെ തുടർച്ചയായി 2-ാം സിനിമ 50-ാം ദിവസത്തിലേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ സാധാരണ ഏത് സിനിമയും 50 ദിവസം ഓടുമെങ്കിൽ ഇന്ന് ന്യൂജൻ കാലഘട്ടത്തിൽ ഒരുപാട് തിയേറ്ററുകൾ കൂടുന്നു. പണ്ട് 10-12 തിയേറ്ററുകളിൽ റിലീസായിരുന്ന സിനിമ ഇന്ന് 700-800 തിയേറ്ററുകളിൽ അല്ലെങ്കിൽ 650-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ ദിവസത്തിൽ 1000-ന് മുകളിൽ ഷോകളുമായിട്ട് ഓടുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ 50 ദിവസത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് അതിഗംഭീരം എന്ന് തന്നെ പറയാം. അങ്ങനെ നമുക്ക് കാതൽ ദ കോറിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരാം. ട്രാക്ക്ഡ് കളക്ഷൻസ് 5 ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലഭിച്ചിരിക്കുന്ന 54,320 രൂപയാണ്. 5 ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം 15-20ഓളം ഷോകൾ ഇവിടെ ഓടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ട്രാക്ക്ഡ് കളക്ഷൻസിൽ 54,000 രൂപ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 1 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ എന്നുള്ളതാണ്. അതായത് ഒരു ഓഫ് ബീറ്റ് സിനിമ ഇത്ര വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, വമ്പൻ ബോക്സ് ഓഫീസ് സിനിമകൾ നിൽക്കുന്ന സമയത്ത് സ്റ്റഡി കളക്ഷനോടെ മുന്നോട്ട് പോകുന്നു. അതായത് 20 കോടി എന്ന മാർജിനിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സിനിമ 19 കോടി 60 ലക്ഷത്തിലേക്ക് എത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഇൻ്റർനാഷണൽ ലെവലിൽ മോസ്റ്റ് അപ്രീഷിയേറ്റഡ് മൂവിയാണ് ഈ കാതൽ ദ കോർ എന്ന സിനിമ. മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്ര മാറ്റിയെടുത്ത സിനിമ എന്ന് തന്നെയാണ് വിദേശികൾ ഉൾപ്പെടെ, വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്ന കാര്യം. ഇവിടെ മമ്മൂട്ടി എന്ന നടനും, അതായത് മുൻനിര നടനും, ഇവിടുത്തെ ഏറ്റവും വ്യത്യസ്തമായി അഭിനയിക്കുന്ന നടൻ ഇന്ത്യൻ സിനിമയിലെ മമ്മൂട്ടി, അയാൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ, ആ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് വിജയിക്കാൻ വലിയ പാടാണെന്നും അങ്ങനെ ഉള്ള ഒരു സിനിമ ഇന്ന് ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻനിര താരം 50 വർഷ അഭിനയ സിദ്ധികൾ അല്ലെങ്കിൽ അഭിനയിച്ച് നിൽക്കുന്ന മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നടൻ ആണ് മമ്മൂട്ടി എന്നവർ പറയുമ്പോൾ, ഇന്ത്യൻ സിനിമ എന്നാൽ ഹിന്ദി സിനിമകളുടെ തട്ടുപൊളിപ്പൻ രംഗങ്ങളായിരുന്നു വിദേശികൾക്ക് കൂടുതൽ പങ്കും. ഒരുപക്ഷെ സിനിമയെ ഡീപ്പായിട്ട് അറിയുന്നവർക്കറിയാം, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി അമിതാഭ് ബച്ചൻ അങ്ങനെയുള്ള എല്ലാവരെയും അറിയുമായിരിക്കാം. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഇംഗ്ലീഷ് മൂവി ഇറങ്ങുമ്പോൾ നമുക്കറിയാവുന്ന എത്ര പേരുണ്ട്. അവിടെ മുൻനിര താരങ്ങളോ അല്ലെങ്കിൽ ടൈറ്റാനിക് പോലെ വലിയ ഹിറ്റായതോ അങ്ങനെയുള്ള സിനിമകൾ മാത്രം അറിയുന്ന ഒരു കാലഘട്ടം ആണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അവിടെ ചെറിയ ചെറിയ സിനിമകൾ വന്ന് ബ്രഹ്മാണ്ഡ ഹിറ്റടിക്കുന്നത് എത്രയോ സിനിമകളുണ്ട്. എന്തിന് നമ്മൾ മലയാളികൾ പോയിട്ട് ഇന്ത്യയിൽ പോലും റിലീസ് ചെയ്യാത്ത എത്രയോ സിനിമകൾ. അതുപോലെ ഒരു സിനിമ ആയി മാറുന്നു കാതൽ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മലയാളത്തിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ സക്സസ് ആയി മാറുകയാണ്. 11ഓളം സിനിമകൾ വരികയും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ടായിട്ടും വിദേശികൾ ഉൾപ്പെടെ ഈ സിനിമയാണ് ഇന്ന് ഏറ്റവും മികച്ച സിനിമയും ഏറ്റവും വലിയ സക്സസ് ആയി കാണുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. മീഡിയാസ്.